ശ്യാമേ, ഈ കേരളത്തിൽ നമുക്ക് ഏത് സമയത്തും ആരും കൊല്ലപ്പെടാം എന്നുള്ളൊരു സ്ഥിതിയാണിപ്പോൾ. അതായത് നമ്മൾ വിചാരിക്കുന്ന ആളുകൾ, നമ്മൾ ഇപ്പോൾ ഈ ഇത് തന്നെ അഫാൻ അന്തർമുഖനാണെന്നാണ് പറയുന്നത്. അന്തർമുഖനായ ഒരാളാണ് 6 പേരെ ആക്രമിക്കുക, അതിനകത്ത് 5 പേര് മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല 6 മണിക്കൂർ ഇയാൾക്ക് ഈ കൊലപാതകം മറച്ചു വയ്ക്കാൻ പറ്റി. ഇയാളുടെ മുത്തശ്ശിയൊക്കെ കണ്ടുകിട്ടുന്ന സമയത്തും അവരെ കണ്ടെത്തുന്ന സമയത്തും ആളുകൾ ധരിച്ചത് ഇവർ സ്വാഭാവികമായിട്ട് അവിടെ കാല് തെറ്റി, കാൽ വഴുതി വീണ് അങ്ങനെ പരിക്കേറ്റ് അവരോട് മരിച്ചതാണ് എന്നാണ് പറഞ്ഞത്. പിന്നീടാണ് ഇയാൾ തന്നെ വന്ന് കുറ്റസമ്മതം നടത്തുമ്പോഴാണ് ആളുകൾ അറിയുന്നത് ഇയാൾ ഇത്രയും ആളുകളെ കൊന്നിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇയാളൊരു തികഞ്ഞ ക്രിമിനലാണ്. കേരളം മുഴുവൻ ഇങ്ങനെ മനസ്സിൽ ക്രിമിനൽ വാസനയുള്ള ആളുകൾ, അതായത് ഏത് സമയത്തും ആരെയും അറ്റാക്ക് ചെയ്യുന്ന തരത്തിൽ, കൊലപാതകം ചെയ്യുന്ന തരത്തിൽ, ഒരാളെ തീർത്ത് കളയുകയാണ്. ആ തരത്തിലേക്ക് പണ്ടൊക്കെ അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു വിരോധമൊക്കെ ഉണ്ടായാൽ ആളുകൾ വന്നിട്ട് തെറി പറയും, അല്ലെങ്കിൽ കൂടിപ്പോയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും, അതവിടെ തീരുകയാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഒരാളെ ഇല്ലാതാക്കുകയാണ്. അതും ഈ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെ, യാതൊരു വിരോധമോ വൈരാഗ്യമോ ഇല്ലാത്ത ആളുകളെയൊക്കെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് മാറുകയാണ്. ഈ അഫാനാണെങ്കിൽ ഈ 25 കിലോമീറ്ററിനിടയ്ക്ക് 3 വീടുകളിലാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. 6 മണിക്കൂർ അയാൾക്ക് മറച്ചു വയ്ക്കാൻ സാധിച്ചു. യഥാർത്ഥത്തിൽ അയാളൊരു ക്രിമിനൽ അല്ലേ? തീർച്ചയായും. സംശയം എന്താ? ഈ അഫാൻ ഒരു നല്ല ഒന്നാന്തരം ക്രിമിനലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, എന്തുകൊണ്ട് ക്രിമിനൽ ആക്ടിവിറ്റി അയാൾക്ക് കൃത്യമായി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ശ്രദ്ധിച്ചാൽ തന്നെ ആ ക്രിമിനലിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ റേഞ്ച് എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരാളെ കൊലപ്പെടുത്തി അത് 1 മണിക്കൂറെങ്കിലും മറച്ചു വെച്ച് രണ്ടാമതൊരു കൊലപാതകം രണ്ടാമതൊരു സ്ഥലത്ത് നടത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ക്രിമിനൽ ചെറിയ ക്രിമിനൽ അല്ല. 1 മണിക്കൂറെങ്കിലും അയാൾക്കൊരു കൊലപാതകം നടത്തുന്നു. ആ പ്ലേസിൽ 1 മണിക്കൂർ ഇത് മറച്ചു വെക്കാൻ പറ്റി. 1 മണിക്കൂറിന് ശേഷം മറ്റൊരു സ്ഥലത്ത് അയാൾ കൊലപാതകം നടത്തി. ഇതിൻ്റെ ഒരു തിയറിയാണ്. അങ്ങനെയാണെങ്കിൽ ആ ക്രിമിനൽ സാധാരണ ക്രിമിനൽ അല്ല. പെട്ടെന്നുണ്ടായ ഉദ്യമത്തിൽ, പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ഒരു ക്രൈം ചെയ്യുന്ന ആൾ മാത്രമല്ല അഫാൻ. കൃത്യമായി ആസൂത്രണം ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഇയാളെ കൊണ്ട് സാധിക്കുമെന്ന് അയാൾ തന്നെ തെളിയിച്ചു. ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, സാധാരണ അത് 1 മണിക്കൂർ എന്നത് നമ്മൾ ടൈം പീരീഡ് പറയുമ്പോൾ ഇവിടെ നടന്നത് 6 hours ആണ്. അത്രയും ടൈം ഈ കൊലപാതകത്തിലൊന്നും ആരും അറിയാതെ, അതായത് പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് റൗണ്ട് ചെയ്ത് കൊലപാതകം നടത്താൻ സാധിക്കുന്നു. ആ റൗണ്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വെഞ്ഞാറമൂട് നിന്ന് ഇറങ്ങുന്ന ആള് പാങ്ങോടേക്ക് പോകുന്നു, കല്ലറ പാങ്ങോടേക്ക് പോകുന്നു. അവിടെ നിന്നും കറങ്ങി എസ് എൻ പുരത്തേക്ക് വരുന്നു. അവിടെ നിന്നും കറങ്ങി മുക്കന്നൂരിലേക്ക് പോകുന്നു. അവിടെ നിന്നും കറങ്ങി വീണ്ടും പേരുമലയിലേക്ക് വരുന്നു. പേരുമലയിൽ നിന്നും പിന്നെ വീണ്ടും പുറത്തേക്ക് പോകുന്നു അനുജനുമായി. അവിടെ നിന്നും പിന്നെ അനുജനെ തിരിച്ച് അയച്ച് പിന്നെ ഇയാൾ പിന്നീട് വീണ്ടും എത്തി അനുജനെ കൊലപ്പെടുത്തുന്നു. ഇതിനുശേഷം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. പിന്നെ സ്റ്റേഷനിലേക്ക് പോകുന്നു. നമ്മളൊരു റൗണ്ട് വരച്ച് ഇയാളുടെ ഈ പറയുന്ന ട്രാവൽ ചെയ്തിരിക്കുന്ന ഒരു ഗ്രാഫ് വരച്ച് കാണിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ക്രിമിനൽ സഞ്ചരിച്ചിരിക്കുന്നത്. നമ്മൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന കൂട്ട കൊലപാതകങ്ങളിലൊക്കെ തന്നെ ഇരകളെല്ലാം ഒരേ സ്ഥലത്താണ് ഒട്ടുമിക്കപ്പോഴും. അപ്പം ഈ റിപ്പർ ചന്ദ്രൻ, റിപ്പർ ജയാനന്ദൻ, ഈ 2 പേരുടെ കേസിലാണ് റൗണ്ട് ചെയ്ത് ഒരു ആക്ടിവിറ്റി, ക്രിമിനൽ ആക്ടിവിറ്റി പല സ്ഥലങ്ങളിലായിട്ട് കറങ്ങി നടന്ന് കൊലപാതകം നടത്തി. അവരുടെ 2 പേരുടെ കേസിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പിന്നെ വളരെ അപൂർവമായിട്ടാണ് ഇത്തരം കേസുകൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ റിപ്പർ ചന്ദ്രനാണെങ്കിലും റിപ്പർ ജയാനന്ദനാണെങ്കിലും ഈ 2 പേരും എവിടെയും ഈ സ്വന്തം രക്തത്തിൽ പിറന്ന, അല്ല സ്വന്തം രക്തബന്ധത്തിലുള്ള ആരെയും ഇവരുടെ ഒന്നും ലിസ്റ്റിൽ അങ്ങനെ പെട്ടിട്ടില്ല. ഇത്രയും ക്ലോസ് ആയിട്ടുള്ളവർ, അതായത് സ്വന്തം അമ്മ, സഹോദരൻ, പ്രണയിനി. ഈ പിന്നെ ജയാനന്ദൻ്റെ കേസ് തന്നെ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജയാനന്ദൻ്റെ കേസ് തന്നെ ഭാര്യയുമായി ബന്ധപ്പെട്ടൊരു കേസിലെ പ്രതികാരമാണ്. ഭാര്യയുടെ സാരി മോഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞ് ആളുകൾ കളിയാക്കിയപ്പോഴാണ് ജയാനന്ദൻ്റെ ഉള്ളിലെ ക്രിമിനൽ അതിശക്തമായി പുറത്തേക്ക് വന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇത് നേരെ തിരിച്ചാണ്. കാമുകിയാണ് ഏറ്റവും കൂടുതലായി ഇയാൾ ഉപദ്രവിച്ചിരിക്കുന്നത്. അതിൽ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടിയിൽ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയപ്പോൾ ഇൻക്വസ്റ്റിൽ ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു സാധനം എന്ന് വെച്ചിരിക്കുന്നത് എല്ലാവർക്കും 1-ലേറെ തവണ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതും പല ഭാഗങ്ങളിലാണ് തലയ്ക്ക് പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഹെഡ് ഇഞ്ചുറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വെറുതെ ആക്രമിക്കുകയല്ല, അവരെ കൊലപ്പെടുത്തുക, കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ അഫാനെ കൊണ്ട്
ഫർസാനയുടെ ഇവിടെ നെറ്റിയിൽ തന്നെ ഈ ഇവിടെ ഭാഗത്ത് തന്നെ കറക്റ്റായിട്ട് അടിക്കണം എന്നുണ്ടെങ്കിൽ ആ കുട്ടി അതുവരെയും ഇയാൾ തന്നെ ആക്രമിക്കുമെന്ന് അറിഞ്ഞിരുന്നില്ല. അപ്രതീക്ഷിതമായിട്ട് സഡൻ അറ്റാക്കാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ കുട്ടി ഓടി മാറിയിട്ടില്ല. ഈ കുട്ടി പിന്നെ എന്താ പറയുക ആക്രമിക്കുമെന്നുള്ള ഒരു സാധനം വന്നു കയറി എന്താ പറയുക അങ്ങനെ ഒരു സാധനം മനസ്സിലാക്കി ഈ അടച്ചിട്ട റൂമിന് ചുറ്റും ഓടിയിട്ടില്ല. ഇങ്ങനെയൊന്നും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ അടി കിട്ടില്ല. ഇത് കറക്റ്റ് ക്ലോസ് ആയിട്ട് ഈ ഐസ് തമ്മിൽ കണ്ണ് തമ്മിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ കുട്ടിക്ക് അടിയേറ്റ് ഏൽക്കാൻ സാധ്യത. ആ രീതിയിൽ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് വെച്ചടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ചുറ്റികയാകുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പം നമുക്ക് ഈ പാൻറ്റിൻ്റെ പുറകുവശത്ത് ഷർട്ടിൻ്റെ പുറകുവശത്ത് ഇത് എടുത്ത് വെക്കാൻ പറ്റും. അത് കംഫർട്ടായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് വേണമെങ്കിൽ അതും കൊണ്ട് ഇവിടെ നിന്നും എറണാകുളം വരെ വേണമെങ്കിൽ യാത്ര ചെയ്യാം 2 വീലറിൽ. പക്ഷെ ഒരു വാളോ കത്തിയോ അങ്ങനെ വെക്കാൻ പറ്റില്ല. നമുക്ക് ഇഞ്ചുറി പറ്റും. വാളോ കത്തിയോ ഈ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ വെച്ചുകൊണ്ട് ഇത്രയധികം ദൂരമൊന്നും സഞ്ചരിക്കാൻ പറ്റില്ല. ചുറ്റിക ഇതിന് പറ്റിയൊരു ആയുധമാണെന്ന് നേരത്തെ തന്നെ പലരും തെളിയിച്ചിട്ടുണ്ട്. അതെ, എനിക്ക് തോന്നുന്നത് പല ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ നടക്കുന്ന കൊലപാതകങ്ങൾ പലതിലും ചുറ്റികയാണ് ആയുധമായിട്ട്. ചുറ്റിക എടുത്ത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് ഈസി ആയിട്ട് അതൊരു നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു സാധനം ഇരിക്കുവാണെങ്കിൽ അത് ഒരു വെപ്പണാണ് എന്നുള്ളത് എതിരാളിക്ക് മനസ്സിലാകില്ല. ഇപ്പൊ പോലീസ് പിടിച്ച് നമ്മളിപ്പോൾ ഈ സാധനവുമായിട്ട് പോകവേ പോലീസ് പിടിച്ച് ചോദിച്ചാൽ പോലും നമ്മൾ വീട്ടിലേക്ക് ആണി തറയ്ക്കാനാണ് മേടിച്ചുകൊണ്ട് വന്നതാണ്. മാത്രമല്ല ഇത് ഈസി ആയിട്ട് കിട്ടുന്ന സാധനമാണ്. ഇവിടെ നടക്കുന്ന ഹാർഡ്വെയർ ഷോപ്പുകൾ എവിടെയെങ്കിലും ചെന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഇപ്പോൾ വേണമെങ്കിൽ നമ്മൾ പുറത്തിറങ്ങി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഹാർഡ്വെയർ ഷോപ്പ് ഉണ്ട്, ചോദിച്ചാൽ ഇപ്പോൾ കിട്ടി സാധനം. അതേസമയം നീളമുള്ളൊരു വാൾ പോയി ചോദിച്ചാൽ കിട്ടുമോ? അത് കിട്ടില്ല. അപ്പോൾ ഇത് ഒരു വെപ്പണാണ്. എതിരാളിക്ക് ഇത് മനസ്സിലാകത്തുമില്ല. അപ്പോൾ ഇത് ഇവന് മനസ്സിലായി ഈ സാധനം നല്ലൊരു ആയുധമാണ് എന്നുള്ളത് ഇവന് ബോധ്യപ്പെട്ടു. അതിപ്പം ചിലർ പറയുന്നുണ്ട് മലയാള സിനിമയാണ് ഈ പറയുന്ന ക്രിമിനൽ സംഘത്തിനെ ഇപ്പോൾ ഉണർത്തിവിട്ടിരിക്കുന്നതെന്ന്. ഒരു പരിധിവരെയൊക്കെ ആയിരിക്കാം. പക്ഷേ ഇത്രയും ക്രിമിനൽസിന് ഈ സിനിമ മാത്രമൊന്നും വേണമെന്നൊന്നുമില്ല. അല്ല കൊറിയൻ ചിത്രങ്ങൾ എടുത്ത് കണ്ട ഇതിനേക്കാൾ മലയാള സിനിമയേക്കാൾ ഭീകരമായി കൊറിയൻ ചിത്രങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. തമിഴ് ചിത്രങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. കൊറിയൻ ചിത്രങ്ങൾ കാണുന്നത് ചെറുപ്പക്കാർ മാത്രമല്ല, ഈ മധ്യവയസ്കരായിട്ടുള്ള ആളുകൾ, ഈ സ്ത്രീകൾ. ഞാൻ ഒരു പ്രാവശ്യം ട്രെയിനിൽ വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവർ കാണുന്ന ഈ കൊറിയൻ സിനിമയാണ്. ഒരു ഉദ്യോഗസ്ഥരും കാണാറുണ്ട്. അപ്പോൾ സ്ത്രീകളും ഇത് ധാരാളമായിട്ട് കാണാറുണ്ട്. അതിനെ ആ രീതിയിൽ കാണും. സിനിമയായിട്ട് എടുക്കുക, അതിനെ ഒരു എന്റർടൈൻ ചെയ്യുക എന്നുള്ളതല്ലാതെ. പക്ഷെ ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ അകത്ത് കിടക്കുന്ന സാധനം ഈ അകത്ത് കിടക്കുന്ന സാധനം ഇതിനോട് കയറി ഇത് ഒരു സിങ്ക് ചെയ്യുന്നു. അതാണ് പ്രശ്നം. സിങ്ക് ചെയ്യുന്നു. ചിലർ കഥയിലെ കഥാപാത്രമായി മാറും. കഥയിലെ കഥാപാത്രം ഞാനാണ് എന്ന് ഇത്തരത്തിൽ സിന്തറ്റിക് ഡ്രഗ് യൂസ് ചെയ്യുന്നവർക്ക് തോന്നും. അതാണ് ഇത്ര പ്ലാൻഡ് ആയിട്ട് ഇവനിത് എക്സിക്യൂട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവനീ സ്കെച്ച് ഇട്ടു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇവൻ കൊടുത്തിരിക്കുന്ന മൊഴിയിൽ ലത്തീഫ് ഈ ലിസ്റ്റിൽ പെട്ടെന്ന് കയറി വന്ന ആളാണ്. ബാക്കിയുള്ളവർ ഫർസാന വരെയുള്ളവർ ഈ ലിസ്റ്റിലുണ്ടായിരുന്നു. ലത്തീഫ് ഈ ലിസ്റ്റിൽ പെട്ടെന്ന് കയറിയ ആളാണെന്നാണ് ഈ അഫാന്റെ മൊഴി. ലത്തീഫ് പെട്ടെന്ന് പ്രകോപനം ഉണ്ടാക്കി, തനിക്ക് പ്രകോപനം ഉണ്ടാക്കി എന്നാണ് അഫാൻ നൽകിയിരിക്കുന്ന മൊഴി. ലത്തീഫിനെ കൊലപ്പെടുത്തിയപ്പോൾ ലത്തീഫിന്റെ ഭാര്യ ബാക്കിയുള്ള കൊലപാതകങ്ങൾ നടപ്പാക്കുന്നതിൽ തനിക്ക് തടസ്സമുണ്ടാക്കും. അതായത് ലത്തീഫിനെ കൊന്നിട്ട് താൻ അവിടെ നിന്ന് കടന്നു പോവുകയാണെങ്കിൽ ഭാര്യയായിട്ടുള്ള ഷാഹിന പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് തന്നെ പിടികൂടുകയും ചെയ്യുകയാണെങ്കിൽ പിന്നീടുള്ള 2 കൊലപാതകങ്ങൾ അവിടെ പെൻഡിങ് ആവും. ഏതാ? ഫർസാന, അതുപോലെ തന്നെ അഫ്സാൻ സഹോദരൻ. ഇത്രയും പേരുടെ കൊലപാതകം തനിക്ക് നടപ്പാക്കാൻ പറ്റില്ല എന്ന് ഈ ക്രിമിനലിന് തോന്നുകയുണ്ടായി. അപ്പൊ ഇവന്റെ ഉള്ളിൽ നല്ല ഒന്നാന്തരം ക്രിമിനലുണ്ട്. ഷാഹിന ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ്. ഷാഹിനയെ തൻ്റെ അടുത്ത കൊലപാതകങ്ങൾ നടപ്പാക്കുന്നതിൽ തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഷാഹിനയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ചില കൊലപാതകങ്ങൾ അങ്ങനെയാണല്ലോ, ഇതിലൊന്നും പെടാത്ത ആളുകൾ. അതെ, അത് മോഡസ് ഓപ്പറാൻഡി എങ്ങനെയാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ക്രിമിനൽ, ഇപ്പം ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇവനെ പോലെയുള്ള നമ്മുടെ ചുറ്റിൽ എന്നാൽ നല്ല പിള്ളയായിട്ട് തോന്നുന്ന, നല്ലവനായ ഉണ്ണിയായി തോന്നുന്ന ധാരാളം നല്ലവനായ ഉണ്ണിമാർ നമ്മുടെ ഇടയിൽ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഇവരുടെയൊക്കെ ഈ പറയുന്ന പോലെ ഇവരുടെ ഉള്ളിലെ ക്രിമിനൽ പുറത്തു വരണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായ ഒരു ഘട്ടം എത്തണം. ആ ഘട്ടം എത്തുമ്പോൾ ഇതിപ്പോൾ ഇവിടുത്തെ നടന്നിരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ഇത് കൂടുതൽ കൊലപാതകങ്ങൾക്ക് പ്രചോദനമാകും. കൂടുതൽ കൊലപാതകങ്ങൾക്ക് പ്രചോദനമാകും. ഇതിപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിനെ വേരോട് അറക്കണം. ഈ സാധനം
സിന്തറ്റിക് ഡ്രഗിനെ അതെ അതെ വേരോട് അറക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരുന്നവൻ ഇത് കൈ ഇതിൽ നിന്ന് പിടിക്കുന്നവനെ പിന്നെ പുറത്തു വിടരുത്. അതെ, പിന്നെ അവനെ ഇത് ഏകദേശമൊക്കെ അളവിൻ്റെ ഒരു പരിധി അനുസരിച്ച് ചിലപ്പോഴൊക്കെ 90 ദിവസത്തിനകത്ത് ഇവർക്ക് ഇറങ്ങി വരാൻ പറ്റും. പിന്നെ ഇതിനനുസരിച്ച് ഇറങ്ങി വരാൻ പറ്റും. ഇപ്പം ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോയി കണ്ടൊരു സിനിമയുണ്ട്, ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ സിനിമയ്ക്കകത്ത് പ്രധാനമായും പറയുന്നത് ഇതാണ്. അപ്പോൾ ആ സിനിമ നിശ്ചയമായും മാതാപിതാക്കൾ കാണണം, കുട്ടികളെ കാണിക്കരുത്. എൻ്റെ ഒരു അഭിപ്രായമാണ്. കുട്ടികളെ ആ സിനിമ കാണിക്കരുത്, മാതാപിതാക്കൾ പോയി കാണണം. ഇത്തരം സിനിമകൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കുട്ടികളോട് ഒരു വീട്ടിൽ എങ്ങനെ പെരുമാറണം, കുട്ടികൾക്കുണ്ടാകുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് എങ്ങനെ പിടിക്കാൻ പറ്റുമെന്നൊക്കെ ആ സിനിമയിൽ ഏകദേശമൊക്കെ ഒരു ബോധ്യമുണ്ട്. ആ സിനിമയെ ഒരു വലിയ ക്രൈമിൻ്റെ പ്രചോദനം എന്നുള്ള രീതിയിൽ എടുക്കരുത്. നിങ്ങൾ തീർച്ചയായും മാതാപിതാക്കൾ പോയി കണ്ടാൽ നന്നായിരിക്കും. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. എല്ലാവർക്കും ഒരേ ടേസ്റ്റ് ആയിരിക്കില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ആളുകൾ നമുക്കിടയിൽ അഫാനെ പോലെ, ആ മലപ്പുറത്ത് ഉമ്മയെ കൊന്ന അയാളെ പോലെ, നമ്മൾ കുറച്ചു മുമ്പേ അമ്മയും അമ്മയുടെ അച്ഛനെയും കൊലപ്പെടുത്തി കാശ്മീരിന് കറങ്ങാൻ പോയ അവനെ പോലെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ നമുക്കിടയിൽ ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്തരം സൈക്കോ ക്രിമിനലുകൾ എന്ന് പറയും. സൈക്കോ ക്രിമിനൽ അല്ല, ലഹരിക്ക് അടിമപ്പെട്ട ക്രിമിനലുകൾ. അല്ല, ലഹരിക്ക് അടിമപ്പെട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവന്റെ മാനസികാവസ്ഥ മാറുമല്ലോ. അത് സൈക്കോ ചിന്താഗതിയല്ല. ഇത് സൈക്കോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് സൈക്കോ എന്ന് നമുക്ക് സൈക്കോളജിനകത്ത് ഇതിനെ പെടുത്താൻ പറ്റില്ല. ഇത് ഇവൻ ജനറ്റിക്കലി ഉള്ള സാധനമല്ല. ഇവൻ ലഹരി ഉപയോഗിച്ച് ഇവന്റെ ഉള്ളിൽ കയറി കൂടുന്ന സാധനമാണ് ഇത്. അപ്പോൾ ഇവിടെ ഈ കാലങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഒരു റിപ്പർ സ്റ്റൈലാണ് ഇവൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു റിപ്പർ സ്റ്റൈൽ കൊലപാതകമാണ് ഇവൻ നടപ്പാക്കിയിരിക്കുന്നത്. എല്ലാം തലയ്ക്ക് അടിക്കുക. റിപ്പറിൻ്റെ കൊലപാതകങ്ങളെല്ലാം അങ്ങനെയായിരുന്നു. ഭൂരിഭാഗം കൊലപാതകങ്ങളും റിപ്പർ നടത്തിയത് തലയ്ക്കടിച്ച്. ഈ തലയ്ക്കാകുമ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുണ്ടാകുമ്പോൾ ഇത് പ്രതിരോധിക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് പറ്റില്ല. നമ്മൾ ഇതായി പോകും, അബ്നോർമലായി പോകും. നമ്മുടെ സ്വബോധത്തിൽ നിന്ന് നമ്മുടെ മൈൻഡ് ഇതായി പോകും. അത് നമ്മൾ ചിലപ്പോൾ തലയടിച്ച് വീണാലും നമ്മൾ കുറച്ച് നേരം കിടന്നു പോകും. എന്താണ് സംഭവിച്ചതെന്ന് പോലും കുറച്ച് നേരം പിന്നെ നമുക്ക് കിടന്നു പോകും. ഞാനൊരിക്കലും പിന്നെ ബാത്റൂമിൽ കാല് തന്നെ വീണായിരുന്നു. കാല് തന്നെ വീണ് ഏതാണ്ട് 1 മണിക്കൂറോളം ഞാൻ അതിൽ കിടന്നു. 1 മണിക്കൂറോളം ഞാൻ അതിൽ കിടന്നു. അറിഞ്ഞില്ല. അത് പിന്നെ ഈ പറയുന്ന ബക്കറ്റ് തുറന്നിട്ട് വെള്ളം അതിനകത്ത് കിടന്നിട്ട് കുറേ നേരം വെള്ളം ഒഴുകി എൻ്റെ തലയിൽ കൂടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് ബോധം തിരിച്ച് കിട്ടി. തിരിച്ച് എഴുന്നേക്കാൻ പറ്റിയത്. ഇപ്പോഴെങ്കിലും അല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 2018 കാലഘട്ടത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള തലയ്ക്ക് വയ്ക്കുന്ന പരിക്ക് പെട്ടെന്ന് ഇതാകും. അത് ഈ പെട്ടെന്ന് ഒരാൾക്കും ഇത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും അറിയാം തലക്കടിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന്. തലക്കേൽക്കുന്ന ആളുകൾ തെറ്റിദ്ധരിക്കരുത്, ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണെന്ന് അല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തലക്കേൽക്കുന്ന ഏത് പ്രഹരവും ഒരു മനുഷ്യനെ വീഴ്ത്താൻ പറ്റും. ഒരു മനുഷ്യനെ വീഴ്ത്താൻ ഏറ്റവും എളുപ്പമാണ്. അല്ലെങ്കിൽ കണ്ണിൽ പിന്നെ പൊടി എറിയണം. കണ്ണിൽ പൊടി, മുളക് പൊടിയോ അല്ലെങ്കിൽ മണൽ, തരിമണ്ണ് വാരി എറിയുകയോ ചെയ്യണം. എങ്കിലും ഒരു മനുഷ്യൻ്റെ നില തെറ്റിക്കാൻ പറ്റും, എളുപ്പത്തിൽ തെറ്റിക്കാൻ പറ്റും. ഞാനതുകൊണ്ടാണ് സ്ത്രീകളെ തമ്മിലുള്ള മൽപ്പിടുത്തത്തിൽ അവർ മുടിയിൽ പിടിച്ച് വലിക്കുമെന്ന് പറഞ്ഞത്. അതോടുകൂടി ബാലൻസ് തെറ്റിപ്പോവും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ ഏതായാലും ഇത്തരം ക്രിമിനലുകളെ ഇപ്പം ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് മാതാപിതാക്കളെ ആക്രമിക്കുന്ന സംഘങ്ങളാണ്. അതുകൊണ്ട് ദയവായി നമ്മുടെ ഈ പ്രേക്ഷകരിൽ ആരെങ്കിലും മാതാപിതാക്കൾ ഇത്തരം ടെൻഷൻസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ല മാർഗം അവിടുത്തെ ഏതെങ്കിലും ഒരു നല്ല പൊതുപ്രവർത്തകനെ അറിയിക്കുക, അല്ലെങ്കിൽ പോലീസിനെ വിവരം അറിയിക്കുക. അതും രണ്ടും സാധിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഉള്ള കാശെടുത്ത് എങ്ങോട്ടെങ്കിലും താമസം മാറുക. ഇവന്മാർ വന്നാൽ തുറക്കരുത്, തുറക്കരുത്. അകത്തുനിന്ന് മറ്റേ ഇതുണ്ടല്ലോ, ഇരുമ്പ് റാഡ് വെച്ച് ഡോറങ്ങ് നടുക്ക് വെച്ച് ഇതാക്കിക്കണം. നടുക്ക് വെച്ച് ലോക്ക് ചെയ്യാൻ പറ്റും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കഥക് ചവിട്ടിയാൽ പോലും പൊളിയില്ല. ഇരുമ്പ് റാഡുണ്ടല്ലോ, അത് നടുക്ക് വെച്ചിട്ട് വലിയൊരു റാഡ് ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ച് ലോക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ചവിട്ടി പൊളിക്കാൻ പറ്റില്ല. അത് പൊളിക്കാനും സമയമെടുക്കും. ആ സമയത്തിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ്റെ നമ്പർ എടുത്ത് വെച്ചിരിക്കണം. ഈ ത്രെട്ട് അറിയിക്കുകയും ചെയ്യണം പോലീസിനെ. എനിക്കിങ്ങനെ ഒരു ഭീഷണി ഉള്ളതിനാൽ ഞാൻ എൻ്റെ മകനിൽ നിന്നും മാറി താമസിക്കുകയാണ് എന്നറിയിക്കണം. അതോടുകൂടി ഈ പ്രശ്നം ഏകദേശമൊക്കെ ഒരു പരിധിയിലാകും. പോലീസ് കാര്യക്ഷമമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടണം. ഈ ലഹരി വേട്ട കാര്യക്ഷമമാക്കണം. അതെ, നിസ്സംഗത പാലിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? കാരണം പോലീസിൻ്റെ ഭരണാധികാരി അത് ഇങ്ങനെ കുറേ കൊലപാതകം നടക്കട്ടെ, ആ അങ്ങനെയല്ല. അത് ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരെ പിടിച്ചാലും ഇപ്പം മെനക്കേടാണെന്നേ. ലഹരിയോട്ട് ആരെ പിടിച്ചാലും ഇപ്പം നമ്മുടെ
ഒരു MLA മോനെ പിടിച്ചു. ആ ഉദ്യോഗസ്ഥൻ ഡെയിലി ഇവിടെ തിരുവനന്തപുരത്ത് വന്നുകൊണ്ടിരിക്കുക. അവരെല്ലാം വിളിച്ചു വരുത്തിയിട്ടുണ്ട്. കൂടെ വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കും. ഇന്നലെ മാത്രമൊന്നുമല്ല, കുറേ ദിവസമായിട്ട് അവരെ ഇവിടെ വിളിച്ചു വരുത്തുന്നുണ്ട്. അവിടെയൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ഇവിടെ വന്ന് രാവിലെ ഓരോ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കണം, തൊഴുതുകൊണ്ടിരിക്കണം. അവിടെ ആ അവസ്ഥയിലാണ് ആ ഉദ്യോഗസ്ഥൻ. എന്തിനാ വള്ളിക്കെട്ട് പിടിക്കാൻ നിൽക്കുന്നതെന്ന് അവരും ആലോചിക്കുന്നവര്. മെനക്കേടില്ലല്ലോ. ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വല്ലതും ചെയ്യുന്നവനെ പണിയുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവന് നല്ല പണി കിട്ടും. ഒന്നും ചെയ്യാതിരുന്ന ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഈ റിപ്പോർട്ടേഴ്സിൻ്റെ ഇടയിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. റിപ്പോർട്ടേഴ്സിൻ്റെ ഇടയിൽ ഈ ചിലർ പോയിട്ട് വലിയ വലിയ പള്ളിക്കെട്ടി പോയി പിടിക്കും. ചിലരാണെങ്കിൽ പോയിട്ട് സമീപത്തെ കായലിൽ പോളപ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കും. പോളപ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നവന് ഏതെങ്കിലും മറ്റേ എന്താ പറയുക പരിസ്ഥിതി അവാർഡും കിട്ടും, ഇതും കിട്ടും, ഈ പിന്നെ പാരിതോഷികവും കിട്ടും. ചാനലിൽ അവൻ്റെ പേര് കൂടെ എഴുതി കാണിക്കുകയും ചെയ്യും. ഇന്ന ആൾക്ക്, ഇന്ന ഞങ്ങളുടെ റിപ്പോർട്ടർക്ക് പരിസ്ഥിതി സംരക്ഷണ അവാർഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കും. ഇത് പണിയെടുക്കുന്നവന് ഡെയിലി മെമ്മോ കിട്ടും. എനിക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ഓരോ വള്ളിക്കെട്ടുകൾ ഞാൻ പോയി പിടിക്കും. അപ്പോൾ ഇത് ഏതെങ്കിലും ചാനൽ മേധാവിയുടെ സുഹൃത്തായിരിക്കും. അവനെ നേരെ അവിടെ വിളിക്കും. അപ്പോൾ കാര്യവും കാരണവും ഇല്ലാതെ വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി, മറ്റേത് പറയാൻ പറ്റൂല, അപ്പോൾ വേറെ കാരണം ഉണ്ടാക്കിയിട്ട് മെമ്മോ വരും. അത് പത്രസ്ഥാപനങ്ങളിൽ അങ്ങനെയാണ്. ഈ ഫോൺ വലിയ നമ്മൾ പറയുന്ന വലിയ ലേഖകന്മാരൊക്കെ റിപ്പോർട്ടർമാരൊക്കെ അവർ പുറത്തിറങ്ങും, ഫീൽഡിൽ പോകത്തില്ല, ഫോൺ എടുത്ത് വെച്ചിട്ട് വിളിക്കും. അവിടുന്ന് കളക്ട് ചെയ്യും ഡീറ്റെയിൽസ്. എന്നിട്ട് വലിയ വാർത്തകൾ എക്സ്ക്ലൂസീവ് അങ്ങനെ അടിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ അവാർഡും കിട്ടും. ഒരു പിന്നെ ഏതാണ്ട് ഒരു 9 കൊല്ലം മുമ്പ് ഒരു കോറിക്കെടുത്തേക്കെതിരെ ഒരു വാർത്ത കൊടുത്തിട്ട് ആ വാർത്തയുടെ പിന്നെ ആഫ്റ്റർ എഫക്റ്റ് ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അത് ശരി. ഇപ്പോഴും അതിൻ്റെ ഈ പറയുന്ന പാർശ്വഫലങ്ങൾ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഏതായാലും ഇത്തരം കേസുകൾ പിടിക്കണം. അതെ, അത് നിങ്ങൾക്കും എല്ലാ ഉദ്യോഗസ്ഥരും ഇത് ആരെങ്കിലും നിസ്സംഗത കാണിക്കുന്നുണ്ടെങ്കിൽ ആലോചിക്കേണ്ട ഒരു സാധനം, ഇന്ന് ഇവരാണ് ഇരയെങ്കിൽ നാളെ അത് നിങ്ങളുടെ മക്കളെ തേടി വരും. അതാണ് പിന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നമ്മൾ കണ്ട കാഴ്ച. ജാഗ്രത പാലിക്കുക. അതെ.